കേരളത്തിലെ ഊർജ്ജസ്വലമായ മിമിക്രി കോമഡി രംഗത്ത് കലാഭവൻ നവാസിനെ പോലെ പ്രതിധ്വനിച്ച പേരുകൾ ചുരുക്കമാണ്. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ ജനിച്ച അദ്ദേഹത്തിന് കലാസ്പർശിയായൊരു തിളക്കം പാരമ്പര്യമായി ലഭിച്ചു. അദ്ദേഹത്തിന്റെ പിതാവ് അബൂബക്കർ ആദരണീയനായൊരു നാടക ചലച്ചിത്ര നടനായിരുന്നു. ജയറാം, സലീം കുമാർ, കലാഭവൻ മണി തുടങ്ങിയ ഇതിഹാസങ്ങൾക്കൊപ്പം മലയാള മിമിക്രിയുടെ കളിത്തൊട്ടിലായ പ്രശസ്ത കലാഭവൻ ട്രൂപ്പിൽ നവാസ് ചേർന്നു. 1995 പുറത്തിറങ്ങിയ ചൈതന്യത്തിലാണ് അദ്ദേഹത്തിന്റെ സിനിമാ യാത്ര ആരംഭിച്ചത്. എന്നാൽ യഥാർത്ഥ അംഗീകാരം മിമിക്സ് ആക്ഷൻ 500-നൊപ്പം ലഭിച്ചു. അവിടെ മുതിർന്ന സംവിധായകൻ ബാലു കിരിയാത്ത് മറ്റ് 37 മിമിക്രി കലാകാരന്മാർക്കൊപ്പം അദ്ദേഹത്തെ അവതരിപ്പിച്ചു. വർഷങ്ങളായി നവാസ് കോമിക് വേഷങ്ങളിൽ തൻ്റെതായൊരിടം നേടി. ഹിറ്റ്ലർ ബ്രദേഴ്സ്, ജൂനിയർ മാൻഡ്രേക്ക് മുതൽ മാട്ടുപെട്ടി മച്ചാൻ, തില്ലാന തില്ലാന, വെട്ടം വരെ 2 പതിറ്റാണ്ടുകളായി സിനിമകളിലും ടിവിയിലും നവാസ് പ്രേക്ഷകരെ ചിരിപ്പിച്ചുകൊണ്ടിരുന്നു. ബഡായി ബംഗ്ലാവ്, കോമഡി മാസ്റ്റേഴ്സ്, കോമഡി സ്റ്റാർസ് തുടങ്ങിയ ഷോകളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. നിരവധി എപ്പിസോഡുകൾ അവതാരകനായി. സഹോദരൻ നിയാസ് ബക്കറിനൊപ്പം കൊച്ചിൻ ആർട്സ് എന്ന ബാനറിൽ അഭിനയിച്ചു. അദ്ദേഹത്തിന്റെ ഹാസ്യ സമയനിഷ്ഠയും മിമിക്രിയും അദ്ദേഹത്തെ എല്ലാ തലമുറകൾക്കും പ്രിയപ്പെട്ട വ്യക്തിയാക്കി മാറ്റി. 2025 ഓഗസ്റ്റിൽ വരാനിരിക്കുന്ന പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ കൊച്ചിയിലെ ചോറ്റാനിക്കരയിലുള്ള ഒരു ഹോട്ടലിൽ നവാസ് താമസിച്ചു. ചെക്കൗട്ട് ചെയ്തപ്പോൾ ഹോട്ടൽ ജീവനക്കാർ മുറിയിൽ അദ്ദേഹം പ്രതികരിക്കുന്നില്ലെന്ന് കണ്ടെത്തി. ഉടൻ തന്നെ ഒരു പ്രാദേശിക ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അദ്ദേഹം മരിച്ചതായി പ്രഖ്യാപിച്ചു. ഹൃദയാഘാതം സംഭവിച്ചതായി കരുതപ്പെടുന്നു. ദുരൂഹതയുടെ ലക്ഷണങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുകയും സ്ഥിരീകരണത്തിനായി പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്തു. നവാസിന്റെ ഭാര്യയും നടിയുമായ രഹനയെ, അവരുടെ 3 മക്കളായ നഹറിൻ, റിഹാൻ, റിദ്വാൻ എന്നിവരെയും തനിച്ചാക്കി നവാസ് യാത്രയായി. നിരവധി വേദികളിൽ അദ്ദേഹത്തോടൊപ്പം പുഞ്ചിരിച്ച സഹോദരൻ നിയാസ് ബക്കറിലൂടെയാണ് അദ്ദേഹത്തിന്റെ കലാപരമായ പരമ്പര ഇപ്പോൾ തുടരുന്നത്. പെട്ടെന്നുള്ള വിയോഗത്തിൽ മലയാള ചലച്ചിത്ര മിമിക്രി സമൂഹം മുഴുവൻ ദുഃഖിക്കുന്നു. പ്രശസ്ത കലാഭവൻ മിമിക്രി ട്രൂപ്പിലെ പ്രതിഭാതരായ മുഖങ്ങളിൽ ഒരാളായ അദ്ദേഹത്തിന്റെ വിയോഗം കേരളത്തിന്റെ തനതായ മിമിക്രി സംസ്കാരത്തിന്റെ ഹൃദയത്തെ സ്പർശിക്കുന്നു. പതിവായി ടിവിയിൽ പ്രത്യക്ഷപ്പെടുന്നതിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും പരിപാടികൾ അവതരിപ്പിക്കുന്നതിലൂടെയും അദ്ദേഹം ഒരു നടനേക്കാൾ കൂടുതലായിരുന്നു. നിരവധി പ്രേക്ഷകർക്ക് അദ്ദേഹം ഒരു കുടുംബമായിരുന്നു. വെറും 51 വയസ്സുള്ളപ്പോൾ സജീവമായൊരു ഷെഡ്യൂളിനൊപ്പം അദ്ദേഹത്തിന്റെ വിയോഗം അപ്രതീക്ഷിതമായിരുന്നു. ആരാധകരെ അവിശ്വസനീയരാക്കി. ശബ്ദവും ഭാവങ്ങളും ചിരിയും ആളുകളുടെ ദൈനംദിന സായാഹ്നങ്ങളുടെ ഭാഗമായി മാറിയ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ചിരി ആഘോഷിക്കൂ. മിമിക്രി വേദികളിൽ നിന്ന് സിനിമാ സ്ക്രീനുകളിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര ഓർക്കുക. പെട്ടെന്നുള്ള ഇത് വെറും ചരമവാർത്തയല്ല, സന്തോഷം നൽകിയ ഒരു ജീവിതത്തിന്റെ കഥയാണ്. ശബ്ദവും ഭാവങ്ങളും ചിരിയും ആളുകളുടെ ദൈനംദിന സായാഹ്നങ്ങളുടെ ഭാവമായി മാറിയ ഒരു മനുഷ്യൻ.